മുഖ്യം. ഏത് കാലഘട്ടത്തിലും ദഅവത്ത് വിജയിക്കണമെങ്കിൽ പ്രക്ഷേപണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണം, ദഅവത്ത് നന്നായിട്ട് നടക്കണം. ദഅവത്തിനുള്ള മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഉള്ളതെല്ലാം ഉപയോഗപ്രദമാക്കാനുള്ളതായ ചുറ്റുപാടുണ്ടാവണം. എന്നാലേ ദഅവത്ത് വിജയിക്കുകയുള്ളൂ. ഇത് വളരെ മെയിൻ പോയിന്റാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ എന്താദ്യം കാട്ടി? അതിനു മുമ്പ് ഖുബയിൽ എന്ത് ചെയ്തു? ഒരു പള്ളി കെട്ടി. ഇവിടെ എന്ത് ചെയ്തു? ഒരു പള്ളി കെട്ടി. അതെ, മക്കത്ത് പള്ളി കെട്ടേണ്ട ആവശ്യമില്ല, അവിടെ കെട്ടിയ പള്ളി ഉണ്ടല്ലോ. ലോക മുസ്ലിങ്ങൾക്ക് ഇത് ഖിബിലയാക്കി മാറ്റേണ്ട പള്ളിയാണ്. അപ്പോൾ മക്കയിൽ പള്ളി കെട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിയപ്പെടുന്നത് തന്നെ കഅബയുടെ പരിസരത്തു നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന ഖുർആൻ കേൾക്കരുത് എന്ന് പറയപ്പെടുന്നത് കഅബത്തിന്റെ പരിസരത്തു നിന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടെ പള്ളിയുടെ ആവശ്യമില്ല. ഇവിടെ പള്ളിയുടെ ആവശ്യം വന്നു. എന്തുകൊണ്ട്? ദഅവത്ത് നിലനിൽക്കണമെങ്കിൽ, ദഅവത്ത് പ്രചരിക്കണമെങ്കിൽ പള്ളി അനിവാര്യമാണ്. പള്ളി എന്ന് പറഞ്ഞാൽ കേന്ദ്രം വേണം. മുസ്ലിങ്ങൾക്ക് എവിടെ ദഅവത്ത് നടത്തണമെങ്കിലും ആ ദഅവത്ത് വിജയിക്കണമെങ്കിലുള്ള പ്രധാന നിബന്ധനയാണ് കേന്ദ്രം വേണമെന്നത്. കേന്ദ്രമുണ്ടായാലോ ആ കേന്ദ്രത്തിൽ നിന്നിട്ട് അതിന് വിപരീതം വരുന്ന കേന്ദ്രത്തെ വരെ തകർത്താൻ അത് സഹായകമായി മാറും. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഖുബ സ്ഥാപിച്ചപ്പോൾ അതിന് തൊട്ട് തന്നെ വേറൊരു പള്ളി അബൂ ആമിർ റാഹിബി എന്നവനുണ്ടാക്കി. അവനതിന് പിരിവെടുത്തത് എവിടുന്നാണെന്ന് അറിയാമോ? ഈ പൊട്ടിത്തെറിക്ക് വേണ്ടിയിട്ട് പിരിവെടുക്കുന്നവരൊക്കെ പിരിവെടുക്കാറുണ്ടല്ലോ പലയിടങ്ങളിൽ എന്നതുപോലെ അതാ ഭീകരത സ്ഥാപിക്കാൻ വേണ്ടി, ബോംബാക്രമണം നടത്താൻ വേണ്ടി, പൊട്ടിത്തെറി നടത്താൻ വേണ്ടി മുസ്ലിങ്ങളുടെ ഇടയിൽ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ സുന്ദരമായ വിധി വിലക്കുകളെ, ആദർശത്തെ പിച്ചു ചീന്നുന്ന രൂപത്തിൽ, ശത്രുക്കളുടെ മുമ്പിൽ വരേക്കും അതിനെ തള്ളിപ്പറയുന്ന രൂപത്തിൽ, ഈ മതം ഭീകരതയുടെ മതമാണ് എന്ന് പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ പ്രബോധന വകുപ്പ് അംഗീകരിച്ചതായ മാധ്യമങ്ങൾ അംഗീകരിച്ച പൊട്ടിത്തെറിയുടെ ആൾക്കാരുണ്ടല്ലോ, അവരും നടത്തുന്നത് പിരിവാണ്. അതുപോലെ പണ്ടൊരു പിരിവ് നടന്നു. പക്ഷേ എവിടുന്നാ പിരിവ് നടന്നത്? റോമൻകാരുടെ അടുക്കൽ നിന്നിട്ടാ പിരിവ്. ഇത് മദീനയിൽ പള്ളി കെട്ടാൻ റോമൻകാരിൽ നിന്നിട്ട് രഹസ്യ പിരിവ് നടത്തി. ആരാണത്? പണ്ട് തന്നെ റോമൻകാരുടെ മതമാകുന്ന ക്രിസ്തീയ മതം ഉൾക്കൊണ്ടതായ അബൂ ആമിർ റാഹിബ് എന്ന ഒരു പടുവിഡ്ഢി ഇവിടെ മദീനയിൽ ഉണ്ടായിരുന്നു. കപടവിശ്വാസിയായി ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. മുൻ ഗ്രന്ഥങ്ങൾ പഠിച്ച ക്രിസ്തുമതം അംഗീകരിച്ച വ്യക്തിയാണ്. ആ വ്യക്തി ചോദ്യങ്ങളൊക്കെ മറുപടി കിട്ടും. പെട്ടെന്ന് ഞാൻ ഫിഖ്ഹിലേക്ക് ചെല്ലുന്നുണ്ട്. ആ വ്യക്തി മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് പോർക്കളത്തിൽ ഉഹദ് യുദ്ധം നടന്നതായ വേളയിൽ ഉഹദ് യുദ്ധത്തിന് വേണ്ടി കളമൊരുക്കാൻ വരേക്കും അവൻ പങ്കാളിയാണ്. ഉഹദ് യുദ്ധം 3 മാസം പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. പഴയ കാലഘട്ടത്തിൽ ഈ സാധുവിന്റെ ക്ലാസ് മദീനയിൽ വെച്ചിട്ട് കേട്ടവരാണെങ്കിൽ ആ 3 മാസം ക്ലാസ് എടുത്ത സന്ദർഭത്തിൽ ഈ സാധു അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അബൂ ആമിർ റാഹിബ് മക്കയിൽ ചെന്ന് മക്കക്കാരെ ഇളക്കി വിട്ട് കൊണ്ടുവന്നതാണ് മദീനയിലേക്ക്. മനസ്സിലായില്ലേ? ഈ അബൂ ആമിർ റാഹിബ് ഉഹദ് പോർക്കളത്തിൽ ധാരാളം കുഴികൾ കുഴിച്ചിരുന്നു. കിണറെന്ന് വേണമെങ്കിൽ പറയാം, പൊട്ടക്കിണറെന്ന് വേണമെങ്കിൽ പറയാം. ഈ കുഴികൾ എന്തിനാണ് കുഴിച്ചത്? കൃത്രിമ കുഴികൾ. കൃത്രിമ കാണുമ്പോൾ നല്ല ഭൂമിയാണെന്ന് തോന്നും, മീതെ നടന്നാൽ വീണു പോകും. എന്തിനാണ്? അല്ലാഹു റസൂലിനെ അതിൽ വീഴ്ത്താൻ വേണ്ടിയാണ്. അതെ, മനുഷ്യ സഹജമായി വരുന്നതായ ഭൗതികമായ മാധ്യമങ്ങളൊക്കെ നമ്മളിൽ നിന്നിട്ട് വേണ്ടതുപോലെ ശ്രദ്ധയില്ലെങ്കിൽ അതിൽ ഓരോരുത്തരും പെടും. അത് ദൂതരാണെങ്കിലും പെടും. ദൂതരാണെങ്കിലും കൽപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്യണമെന്നത് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. റസൂൽ അവിടെ വീഴുകയുണ്ടായി, റസൂലിന് പരിക്കേൽക്കുകയുണ്ടായി. റസൂൽ ദൂതരല്ലാത്തത് കൊണ്ടോ റസൂലിന് മുഅ്ജിസത്തില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് റസൂലിനെ പോലോത്തതായ അവരുടെ കൂടെയുള്ള സഹാബാക്കളെ പോലോത്തവരായ ആ വിഭാഗത്തെ അല്ലാഹ് പരിശോധിച്ചാൽ അവർ പരീക്ഷണത്തിൽ റാങ്ക് നേടും. പക്ഷേ പിൻകാലഘട്ടത്തിൽ വരുന്നതായ എൻ്റെ ശൈലിയിൽ മന്ദ പിടിച്ച കുന്തങ്ങളെ പോലോത്തതായ കനേഷ്മാരി മുസ്ലിങ്ങൾ, ജനറൽ സർട്ടിഫിക്കറ്റ് മുസൽമാന്മാർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യൂല എന്നത് അല്ലാഹ്ക്കറിയാം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പാഠമാവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളതായ തരണങ്ങൾ, പ്രയാസങ്ങൾ അവരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിടാനുള്ള ചുറ്റുപാടുകൾ, അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കുന്നത്.
ചുരുക്കത്തിൽ അബൂ ആമിറുർ റാഹിബ് കുഴി കുഴിച്ച ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയാണ് മസ്ജിദു ളിറാർ എന്ന പേരിൽ ഒരു പള്ളി, ദ്രോഹ പള്ളി എന്നാ അതിന്റെ പേര് ഇസ്ലാം വെച്ചത്. ഖുർആൻ വെച്ച പേരാണത്. ദ്രോഹിക്കുന്ന പള്ളി, മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്ന, ഇസ്ലാമിനെ ദ്രോഹിക്കുന്ന പള്ളി എന്ന പേരിൽ പള്ളി ഇവിടെ കെട്ടി. അപ്പോൾ കെട്ടുന്ന പള്ളിയൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പള്ളി കെട്ടൽ ഇസ്ലാമിനെതിരിലാവാം. അതുകൊണ്ടാണ് ആ പള്ളിക്ക് പേര് ദ്രോഹിക്കുന്ന പള്ളി എന്ന് വെക്കപ്പെടാൻ കാരണം. ആ പള്ളിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തകർത്താൻ വേണ്ടി ഓർഡർ കൊടുത്ത് തകർത്തുകയും ചെയ്തു. നമ്മുടെ വിഷയം അതല്ല. എന്താണ് പറഞ്ഞു വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ ദീനിനെ, ഈ വിശുദ്ധ മതത്തെ പ്രചരിപ്പിക്കാൻ എന്ത് വേണം, കേന്ദ്രം വേണം എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രധാന മാധ്യമമായി അംഗീകരിച്ചതായിരുന്നു പള്ളികെട്ടൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഖുബ കെട്ടിയത്. എന്ന് മാത്രമല്ല, അതിന് വിപരീതം കെട്ടിയതായ പള്ളിയെ തകർത്താനുള്ളതായ ഓർഡർ വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയുണ്ടായി, ലാ തഖും ഫീഹി അബദ, നിങ്ങൾ ആ പള്ളിയിൽ നിസ്കരിച്ചു പോകരുത്, നിന്ന് പോകരുത്. ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. നിങ്ങൾ മദീനയിലേക്ക് വന്ന ഉടനെ ആദ്യത്തെ ദിവസത്തിൽ കെട്ടിയതായ പള്ളി, ആദ്യത്തെ ദിവസം ഏതാണ്? എപ്പോൾ? ഹിജ്റ വന്ന ദിവസത്തിൽ. അവിടെ മസ്ജിദ് ഖുബയിലുള്ള പള്ളിയിലേക്കാണ് സൂചന. അഹഖു അൻ തഖൂമ ഫീഹി, അതിൽ നിസ്കരിക്കാൻ നിങ്ങൾ, അതിലാണ് നിസ്കരിക്കാൻ ബാധ്യസ്ഥൻ, മറ്റതിലല്ല എന്ന് അവഗണിക്കുകയാണ്. ഇതിനെ പൊക്കാണ്, അതിന് താഴ്ത്താണ്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, ആത്മശുദ്ധീകരണത്തെ കാംക്ഷിക്കുന്ന റിജാൽ. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ. മുത്തഹിരീൻ, ആത്മശുദ്ധീകരണത്തെ കാംക്ഷിക്കുന്ന വിഭാഗം അതിൽ നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെ ആത്മശുദ്ധീകരണം ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ശുദ്ധീകരണം ആത്മാവട്ടെ ശാരീരികമാവട്ടെ, ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആനിൽ ആയത്തിറങ്ങുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാധ്യമങ്ങൾ അനിവാര്യമാണ് ദഅവത്ത് വിജയിക്കാൻ, അനിവാര്യമാണ് ദഅവത്ത് വിജയിക്കാൻ. ഈ ദഅവത്ത് വിജയിക്കാൻ വേണ്ടി നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പാടുപെട്ടതുപോലെ അവിടെ പാടുപെടാൻ സൗകര്യം കിട്ടിയിട്ടില്ല, നമുക്കറിയാം. എന്ന് മാത്രമല്ല, അവിടെ ചെയ്യുന്ന ദഅവത്ത് പുറത്തെത്താതിരിക്കാൻ വേണ്ടി നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു മക്കക്കാഫിരീങ്ങൾ. അതിന് കച്ചകെട്ടി പുറപ്പെട്ടുകൊണ്ട് ഡ്യൂട്ടി തന്നെ ഏറ്റുകൊണ്ട് ചെയ്യുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുന്നവരെ അടിക്കാനൊരു വിഭാഗം, വിദേശത്ത് നിന്ന് വരുന്നവരെ അടിക്കാനൊരു വിഭാഗം, വിദേശത്ത് നിന്ന് വരുന്നവരെ റസൂലുമായി മീറ്റാക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാനൊരു വിഭാഗം. കേൾക്കാൻ പോകുന്നത് പോലെ അങ്ങനെ പല ഇനത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. തഅതീമുൽ ഇഅലാമി എന്ന് ഞാൻ പറഞ്ഞ പ്രൊപ്പഗേഷൻ വകുപ്പ് ഈ ഇസ്ലാമിക പ്രബോധനം പ്രചരിക്കാതിരിക്കാൻ വേണ്ടി, അത് മൂടിക്കിടക്കാൻ വേണ്ടി, അത് അറിയാതിരിക്കാൻ വേണ്ടി, അത് ജനങ്ങളുടെ ഇടയിൽ പരിചയപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അതവിടെ നടന്നിരുന്നു മക്കത്ത്.